ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിരി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നല്ല മഴയും തണുപ്പൊക്കെയാണ്. ആൺകുട്ടി ഉറങ്ങാൻ പോയി. ആൺകുട്ടിക്ക് ഒരു 2 ദിവസമായിട്ട് ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. ചെറിയ ജലദോഷമല്ല, നല്ല രീതിക്കുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഈ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഉറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശ്വാസം കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാതിലൊക്കെ അടച്ച് സൗണ്ട് വെളിയിലേക്ക് പോകാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം ചില സമയത്ത് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. കാരണം ഞാൻ ഇച്ചിരി സൗണ്ട് കുറച്ച് എൻ്റെ മൈക്കും കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൗണ്ട് കുറച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഓക്കെ, വേറൊന്നുമല്ല, നമ്മുടെ കുറേ വീഡിയോസിലായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. കാരണം ഇപ്പോൾ പുതിയ ആളുകളാണെന്ന് തോന്നുന്നു, പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കാണാൻ തുടങ്ങിയ ആളുകളായിരിക്കാം. അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ആദ്യം മുതൽ അതായത് 4 വർഷമായി നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അന്ന് മുതൽ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഈ വീഡിയോ. അവർ അങ്ങനെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. കാരണം വേറൊന്നുമല്ല, നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട സമയത്ത് ഞാൻ അപഹരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് കണ്ട് നിങ്ങളത് വേസ്റ്റ് ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കാരണം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മളൊരു കൂറ് കാണിക്കണമല്ലോ, അത്രേ ഉള്ളൂ. അപ്പം അതൊന്നും അറിയത്തില്ലാത്ത പുതുതായിട്ട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന കമൻറ്റ്സ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഒരു വീഡിയോയ്ക്ക് വന്ന കമൻ്റ് അല്ല, നമ്മളിടുന്ന ഷോർട്ടിനും ലോങ്ങിനും എല്ലാത്തിനും കൂടി വന്ന കമൻസാണ് കേട്ടോ. അപ്പോൾ അത് പല വീഡിയോയിലാണ്. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ ഞാൻ വീഡിയോയുടെ കൂടെ കൊടുക്കണമെങ്കിൽ തന്നെ അതൊക്കെ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ, തപ്പി എടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. ഞാൻ വിചാരിച്ചു സ്ഥിരമായിട്ട് ഇങ്ങനത്തെ കമൻസ് വരുന്നത് കൊണ്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാം. എങ്കിൽ കൂടുതൽ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതിനേക്കാളും എളുപ്പമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ജോലിക്ക് പോകുന്നുണ്ടോ, വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്താണ് ജോലിക്ക് പോകുന്നുണ്ടോ, എന്താ പഠിച്ചത്, ഇനി പഠിച്ചിട്ടില്ലേ, സ്കൂളിൽ പോയിട്ടില്ലേ. അതായത് നമ്മൾ ചില ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഫണ്ണാക്കി, അത് നമ്മൾ പൊട്ടിയായിട്ട് നമുക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ചോദിക്കാറുണ്ട്, എന്താ നിങ്ങൾക്ക് വിവരവും ബോധമൊന്നുമില്ലേ, സ്കൂളിൽ പോയിട്ടില്ലേ, ഇല്ലെന്നാണ് തോന്നുന്നത് എന്ന് പറയും കേട്ടോ. പിന്നെ ചിലർ പറയും കണ്ടിട്ട് വിദ്യാഭ്യാസമൊക്കെ ഉള്ള പോലെ തോന്നുന്നു, പക്ഷേ വീഡിയോ എന്താ ഇങ്ങനെ പൊട്ടന്മാരെ പോലെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഫണ്ണാക്കി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനാണ് നമുക്ക് കണ്ടമാനം കമൻസ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈയിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജോബിന് പോയി തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം എന്താ പഠിച്ചതെന്ന് അറിയത്തില്ലാത്ത ആളുകൾ എന്ത് ജോലിയാണ്, എവിടെയാണ് ജോലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പഠിച്ചത് BSc നേഴ്സിംഗ് ആണ്, ബാംഗ്ലൂർ. വർക്ക് ചെയ്തിരുന്നതും ബാംഗ്ലൂർ തന്നെയാണ്. പിന്നെ ചില സാങ്കേതിക കാരണങ്ങളിൽ ഹെൽത്ത് ഇഷ്യൂസും കൊണ്ട് ജോലിക്ക് പോയിട്ട് എനിക്കത് ജോയിൻ ചെയ്യാൻ പറ്റാതെ എനിക്ക് തിരിച്ചു പോരേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതൊക്കെ വീഡിയോ ചെയ്തു. അന്ന് അത്യാവശ്യം ഒരു റീച്ചിലേക്ക് ആ വീഡിയോ പോവുകയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ബാംഗ്ലൂരൊക്കെയുള്ള സബ്സ്ക്രൈബേഴ്സും നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയും ഒരുപാട് പേര് നമ്മളെ വിളിച്ച് സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു സമയമായിരുന്നു കേട്ടോ. അന്നൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് കോള് വരുമായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒത്തിരി പേര് നമ്മളെ വിളിക്കുമായിരുന്നു. മാത്രമല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ലോങ് വീഡിയോസും ഇല്ല, മെയിൻ ചാനലിൽ നമ്മൾ ഷോർട്ട് വീഡിയോ പോലും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം കമൻസൊക്കെ കുറവായിട്ട് വരുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ജോലി നമ്മളങ്ങനെ അവിടെ വെച്ചത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. പ്രഗ്നൻസി ടൈമിൽ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേറൊന്നുമല്ല, എനിക്ക് ഭയങ്കര തലകറക്കം അങ്ങനെ ഒരു തലകറക്കമല്ല, പക്ഷേ വോമിറ്റിംഗ് സെൻസേഷൻ അല്ല, വോമിറ്റിങ്. അതായത് പച്ചവെള്ളം കുടിച്ചാലും ഞാൻ വോമിറ്റ് ചെയ്യുമായിരുന്നു, ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണം ഞാൻ ജോലിക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു, എന്നെ വിടുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പം നിങ്ങൾ പറയുമായിരിക്കും ജോലി ചെയ്ത് 9ാം മാസം വരെ ജോലി ചെയ്ത് ഡെലിവറിയൊക്കെ നടത്തുന്ന ആളുകളുണ്ടല്ലോ എന്ന്. ശരിയാണ്, അങ്ങനെയുള്ളവർ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഡെലിവറിയുടെ തലേദിവസം വരെ വർക്ക് ചെയ്ത ആളുകളെ എനിക്കറിയാം. പക്ഷേ ഓരോരുത്തരുടെയും ഹെൽത്ത് ഇഷ്യൂസ്, അതായത് മെൻ്റൽ ഹെൽത്ത് ഒക്കെ ഓരോ രീതിയിലായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് എന്തായാലും വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പം ആഫ്റ്റർ ഡെലിവറിയും ഒരു 1 ഇയർ, ഇപ്പോൾ അവർക്ക് 2 വയസ്സാണ്. അതായത് സെപ്റ്റംബർ 3-ാം തീയതി ആ കുട്ടിക്ക് 2 വയസ്സാവും. ഒരു വയസ്സ് വരെയൊക്കെ ഉറങ്ങത്തേയില്ലായിരുന്നു, രാത്രിയിലോട്ട് തീരെ ഉറക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അത് നമ്മളെയും ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ പോകാതെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് മടി എന്നുള്ളൊരു സംഭവം ബാധിക്കും.
അതുകൊണ്ട് ഇപ്പോൾ ഒരു 2 years മേളിലായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ റീസെൻ്റായിട്ടാണ് ഞാൻ വീണ്ടും ജോയിൻ ചെയ്തത്. അപ്പം അങ്ങനെ അറിയത്തില്ലാത്തൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ജോബ്. അങ്ങനെ ഈസായിട്ട് തന്നെയാണ് ജോയിൻ ചെയ്തേക്കുന്നത്. പിന്നെ എവിടെയാണ് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഇത് നമ്മൾ അബദ്ധവശാൽ പറഞ്ഞു പോയിട്ട് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ ഒരു ലൊക്കാലിറ്റി തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടോ. പണിയുണ്ട്, ജോലി, വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. പിന്നെ എല്ലാ മനുഷ്യരിലും ചില പൊട്ടത്തരങ്ങളൊക്കെ കാണുമല്ലോ, അതുപോലെയൊക്കെ നമുക്കുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ജോബിന് പോകുന്നുണ്ട്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസോ കാര്യങ്ങളോ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കുട്ടി വായിലല്ല മൂക്കിൽ മറ്റേ മാലയുടെ മുത്തും മാള നാരങ്ങയൊക്കെ ഇട്ടതിന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞു എനിക്ക് ശ്രദ്ധയില്ലാഞ്ഞിട്ടാണ്, ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നിട്ടാണ്, അല്ലാണ്ട് കൊച്ചിനെ ശ്രദ്ധിച്ചിരിക്കണം, ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാണ്ട് ഒത്തിരി പേര് സ്നേഹത്തോടെ പറഞ്ഞവരുണ്ട്. ആ കുട്ടിയുടെ ഈ പ്രായം ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട പ്രായമാണ്, കറക്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പ്രായം, അതായത് വെറും പൊട്ട പ്രായം, ഈ ഒരു പ്രായത്തിൽ നമ്മൾ അതുപോലെ കെയർ ചെയ്യണം. നമ്മൾ എത്ര കെയർ ചെയ്താലും, അതായത് കൊച്ചിനെ നേരെ ഫ്രണ്ടിലിരുത്തി നമ്മളൊരു കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ കയറി ഇരുന്ന് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നാലും നമ്മുടെ കണ്ണിമ ചിമ്മുമ്പം എന്തെങ്കിലും കുരുത്തക്കേട് കാണും. അങ്ങനെ ഒരു പ്രായമാണ്. അപ്പോൾ നമ്മൾ എത്ര നോക്കിയിരുന്നാലും ചില സമയത്ത് കുരുത്തക്കേടുകൾ സംഭവിക്കാം. അത് ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്കും മനസ്സിലാവും, അല്ലെങ്കിൽ അച്ഛന്മാർക്കും മനസ്സിലാവും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതാണ് സംഭവം. ഞാൻ ഇപ്പോൾ അച്ചാച്ചൻ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചോറും കറിയും പോലും വെക്കില്ല കേട്ടോ. ഞാൻ ഒന്നും ഉണ്ടാക്കില്ല. അവൾക്ക് മാത്രം എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും, അത് കൊടുക്കും. ഞാൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാറ്. എന്നാലും എന്തെങ്കിലും കുരുത്തക്കേടുകൾ കാണിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും ഇത് കാണിച്ചപ്പോൾ എന്നെ അച്ഛൻ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അറിയാം, അച്ഛക്കറിയാം അവളുടെ കുരുത്തക്കേടുകൾ അറിയാം. നമ്മൾ എത്രമാത്രം നോക്കിയിരുന്നാലും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകൾ കാണിക്കും. അപ്പോൾ അതാണ് നമ്മളെ വിമർശിച്ച എന്തെങ്കിലും ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവരുടെ ഫോണ്, അവരുടെ നെറ്റ്, അവരുടെ സമയം, കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും. പിന്നെ ഒരു കമൻറ്റായിരുന്നു, ഫീഡിങ് ചെയ്യുന്നുണ്ടോ, അതായത് ഈ വയ്യാഴിക വന്ന സമയത്താണ് കൂടുതലാണ് ചോദിച്ചു കേട്ടോ. ഞാൻ അതുപോലെ ഹെവി ഡോസ് മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഫീഡിങ്ങൊക്കെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അറിയാമല്ലോ, ഫീഡ് ചെയ്യുമ്പോൾ നമുക്കധികം മെഡിസിൻസ് ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഫീഡിങ്ങൊക്കെ നിർത്തി. 2 വയസ്സായല്ലോ, ഓക്കെ, എത്ര വയസ്സ് വരെ കൊടുക്കാൻ അത്രയും നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ വർക്കും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് സെറ്റ് ആവുന്നില്ല. അപ്പോൾ അത് കാരണം അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തായിരുന്നു, എമർജൻസി ആയിട്ടാണെന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ ചിലപ്പോൾ ഈ മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി ആയിരുന്നായിരിക്കും, അറിയില്ല കേട്ടോ. കുറേ ദിവസമായി ആ ഒരു കമൻറ്റ് വന്നിട്ട്. പെട്ടെന്ന് പറയണം, ഒന്ന് പറയണേ, അങ്ങനെ എന്തോ ഒരു കമൻറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ പറയാൻ കാര്യം. പിന്നെ നമ്മുടെ സ്വന്തം വീടാണോ, നമ്മൾ വാടകയ്ക്കാണോ, വാടക എത്രയാണ്, മുകളിലാണോ, താഴെ ആരോ ഉള്ളത്, അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം നമ്മൾ സ്വന്തം വീടല്ല, വാടക വീടാണ്. നമ്മൾ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമാകാൻ പോവുകയാണ് കേട്ടോ. വാടക വീട്ടിലെ ജീവിതം തുടങ്ങിയിട്ട് 3 വർഷം. ആദ്യം നമ്മളൊരു ഫ്ലാറ്റിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ 2 പേരാണെങ്കിൽ ഓക്കെ. ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ കുഞ്ഞുങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് ഒട്ടും പറ്റത്തില്ലാത്ത അവസ്ഥയായി. അങ്ങനെ നമ്മൾ ഒരു വീട് അന്വേഷിച്ച് നടന്നിട്ടാണ് ഫൈനലി ഇവിടെ എത്തിയത്. അത്യാവശ്യം റെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ കട്ടപ്പന ടൗണിനോട് അടുത്ത് തന്നെയാണ്, നടന്നു പോകാനുള്ളത്. അതായത് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും, നമുക്കൊരു സിനിമ കാണാൻ പോകണമെങ്കിലും, വേറെ എന്ത് ആവശ്യത്തിന് പോകണമെങ്കിലും നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും സൗകര്യമുണ്ട്. മേളത്തെ നിലയിലാണ്, താഴെ ഓണറും ഫാമിലിയാണ്. പക്ഷെ അവരിവിടെ ഇല്ല, അവർ പുറത്താണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. മേളിൽ താമസിക്കുന്നതേ ഉള്ളൂ, താഴെയും ആളില്ല. ക്ലീനിങ്ങും പരിപാടികളൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ. അകത്തെ അല്ല കേട്ടോ, പുറത്തെ ക്ലീനിങ്. അപ്പോൾ അതാണ് ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി. വേറെ കറക്റ്റ് റെൻ്റൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, നമുക്ക് വേറെ ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അത്യാവശ്യം അറിയാമല്ലോ നിങ്ങൾക്ക്, നല്ല സൗകര്യം, നല്ല വീട്, വലിയ കുഴപ്പമില്ലാത്ത നല്ല സൗകര്യം. അപ്പോൾ ഒരുമാതിരി റെൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് അത്. ഒരു മെസ്സേജ് വന്നതാണ് കേട്ടോ, സോറി. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് വന്ന കുറച്ച് ചോദ്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെന്താ ചോദ്യങ്ങളൊന്നും അധികം വന്നിട്ടില്ല അത് തോന്നുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഫോണൊന്നും ഇല്ല എൻ്റെ കയ്യിൽ.
അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. ഇച്ചിരി കഴിയുമ്പോൾ ഓർക്കുകയോ അങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, അതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കും. ഓക്കെ, അതൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. കൂടുതലായിട്ട് എല്ലാവരും ചോദിച്ചത് ജോബിനെ കുറിച്ചാണ്. വർക്കിന് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് കൂടുതലായിട്ട് ചോദിച്ചത്. പിന്നെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, സോറി, ഇതിനിടയ്ക്ക് കുറച്ച് മെസ്സേജ് വന്നപ്പോൾ ഞാൻ അതെന്താണെന്ന് ഓപ്പൺ ചെയ്യാൻ പോയതാണ് കേട്ടോ. വർക്കിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെൽത്തൊക്കെ അങ്ങനെ തന്നെ പോകണു, വലിയ കുഴപ്പമില്ല. പിന്നെ എനിക്ക് MRI ഒക്കെ ചെയ്യാൻ പോകണം. പക്ഷേ നമ്മൾ തൊടുപുഴയാണ് നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ, തൊടുപുഴ സെൻറ്റ് മേരീസിലാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ വരെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പം മഴ പെയ്ത് ആകെപ്പാടെ എല്ലായിടും കുളമായിട്ട് കിടക്കുകയാണ്. മാക്സിമം പുറത്തിറങ്ങാതിരിക്കുന്ന ആണല്ലോ എല്ലാവർക്കും നല്ലത്. അതുകൊണ്ടാണ് ഞങ്ങൾ പോകാതിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പം മൊത്തം വെള്ളമാണ്. നമ്മളൊക്കെയാണ് ഇത്തിരി സേഫായിട്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് വഴിയെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പോകാൻ താമസിക്കുന്നത്. ഉടനെ പോകണം. കാരണം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്തു, മെഡിസിനൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര തലവേദന വരും. അത് നമുക്കൊരു തലവേദനയ്ക്കുള്ള മരുന്ന്, എന്തെങ്കിലും ഒരു പെയിൻ കില്ലറൊന്നും കഴിച്ചാൽ ആ തലവേദന മാറത്തില്ല. അതുപോലത്തെ ഒരു തലവേദന കേട്ടോ. അപ്പോൾ അതും ഈ ഞരമ്പുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ കാണുമായിരിക്കും. നമുക്ക് മറയും. അതുപോലെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് കൂടെ ഉണ്ട്, NCS എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടി ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ആരൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു ഈ നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയും ചെയ്ത് നോക്കുന്നുണ്ട് പറഞ്ഞിട്ട് കമൻറ്റ് വന്നായിരുന്നു. അപ്പം അത് ചെയ്യണം. അത് ചെയ്യാൻ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട്. അത് നമ്മൾ അവിടെ തന്നെ പോയിട്ട് വേണം ചെയ്യാനായിട്ട്. അതിന് നേരത്തെ വിളിച്ച് അപ്പോയിൻമെൻ്റൊക്കെ എടുക്കണം. അപ്പം ഈ ഒരു മഴയുടെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഇന്ന് പക്ഷേ വീണ്ടും മഴയാണ്. അതുകൊണ്ട് ഇങ്ങനെ പോകാതെ നിൽക്കുകയാണ്. എനിക്ക് സംസാരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ശ്വാസം കിട്ടാതെ, അതെന്താണെന്നറിയില്ല കേട്ടോ. ഞാൻ ആദ്യം ഒരു വീഡിയോ എടുത്തു, അതായത് ഈ വീഡിയോയ്ക്ക് നിങ്ങളീ കാണുന്ന വീഡിയോ അല്ല, അതിന് മുന്നേ ഞാനൊരു ഒരു വീഡിയോ എടുത്തു. അതിനകത്ത് ഫുള്ള് ഞാനിപ്പോൾ ചത്തുപോകുന്നുള്ള രീതിയിൽ അങ്ങനത്തെ അതിന് എനിക്ക് ശ്വാസമേ കിട്ടാത്തൊരവസ്ഥ അങ്ങനെയായിരുന്നു കേട്ടോ. ആ വീഡിയോ ഫുള്ളിങ്ങനെ അങ്ങനെ ആ ഒരു സൗണ്ട് മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ മുഴുവൻ ഒരു 10 മിനിറ്റോളം വീഡിയോ ആയിരുന്നു കേട്ടോ. അതായത് ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ആ വീഡിയോയിലുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കളഞ്ഞു. കാരണം നിങ്ങൾക്ക് കാണുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇതിലും അങ്ങനെ ഉണ്ടാവും, ഇല്ലെന്നല്ല. പക്ഷെ അത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ഈ കൊച്ചെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളൊരു ഇത് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കളഞ്ഞു. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ 3-4 ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനിരുന്നങ്ങ് സംസാരിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഇപ്പോൾ ഇവിടെ നിലവിൽ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഫോണിനോട് അങ്ങ് സംസാരിച്ചതേ ഉള്ളൂ. എല്ലാവരും കമൻറ്റ് ചെയ്തു, അവിടെ ക്ഷീണിച്ചു പോയല്ലോ, പഴയ പോലൊന്നും അല്ല, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, കോലം കെട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഒന്നാമത്തെ കാര്യം മെഡിസിൻ അത് നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുഞ്ഞ്, അപ്പോൾ അവളുടെ പുറകെ ഓടുമ്പം എല്ലാവരും സ്വാഭാവികമായിട്ടും ഒരുമാതിരിപ്പെട്ട എല്ലാവരും ക്ഷീണിച്ചു പോലും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ക്ഷീണിച്ച് പോയതെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഒത്തിരി വണ്ണം വെച്ചിരിക്കുന്നത് എന്നോട് താല്പര്യമുള്ള ആളല്ല. ഞാനിപ്പോൾ വേണമെന്ന് വെച്ചാലും എനിക്ക് വണ്ണം അങ്ങനെ വയ്ക്കത്തുമില്ല. എനിക്കിഷ്ടമാണ് ഇച്ചിരി ക്ഷീണിച്ചൊക്കെ ഇരിക്കുക. നമുക്ക് ഏത് ഡ്രസ്സും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടാം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചല്ല കേട്ടോ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കങ്ങനെ തടി വയ്ക്കുന്ന ഒരു ആളുമല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കുറച്ച് പുതിയ ആളുകൾ വന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കമൻസ് ആയിരുന്നു. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തു, ജോലിയുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.